നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇത് നല്ല മഴയാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മഴയാണ്. നല്ല മറ്റുള്ള മഴ പെയ്തു. ജില്ലകളുടെ കാര്യം നമുക്കറിയില്ല. തിരുവനന്തപുരത്ത് ഏതായാലും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. പൊതുവേ തിരുവനന്തപുരത്ത് ചൂട് കുറവാണ്. ഞാനിന്ന് നിലവങ്ങോട്ട് പോകേണ്ടത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ. കാരണം ഞാൻ നട്ട വാഴയ്ക്ക് വെള്ളം നനയ്ക്കേണ്ടി വരുമെന്ന് സംശയിച്ചിട്ട് എന്നാലും ഭാഗ്യത്തോടെ വിളിച്ചു വെച്ചപ്പം അവിടെ നല്ല മഴയാണ്, ഇടിയും മഴയൊക്കെയാണ്. നമ്മുടെ ചീഫ് എഡിറ്റർ വാഴയ്ക്കൊക്കെ മഴ കിട്ടിയെന്നാണ് തോന്നുന്നത്. അതെ അതെ, അതേ വാഴ മാത്രം, അതേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം അവിടെ വിളിച്ചു ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ അവിടെ കൃത്യമായിട്ട് മഴ പെയ്തിട്ടുണ്ടോ, കല്ലയത്തൊക്കെ മഴ പെയ്തെങ്കിലേ. എന്നാലും മൊത്തത്തിൽ മഴയുടെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും നന്നായി മഴ പെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മഴയായിരുന്നെങ്കിൽ രാവിലെ ഹർത്താലായിരുന്നു. ഹർത്താലാണ്. രാവിലെ ഹർത്താലിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിനോട് ഒരു വിവേചനം നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളത് അത് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും അവരുടെ ഹർത്താലിന് ഐക്യദാർഢ്യം നമ്മൾ അറിയിക്കുകയാണെങ്കിൽ പോലും ഹർത്താൽ നമ്മളെ യോജിക്കുന്നില്ല. ഹർത്താൽ ഒരിക്കലും ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ഹർത്താലിനെ എന്ന് പറഞ്ഞാൽ ദളിത് സംഘടന ഹർത്താലിനോട് ഒരു എതിർപ്പ് പൊതുവായി സമൂഹത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ ഹർത്താൽ അനുകൂലികൾ കാണിച്ചു കൂട്ടിയ എന്താ അതിന് പറയുക, വിക്രിയകൾ, അവരുടെ ഈ പേക്കൂത്തുകൾ കാരണം അത്യാവശ്യം അവരോട് ഒരു സിമ്പതി തോന്നിയിട്ടുള്ള ആൾക്കാർ പോലും അവസാനം മറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കുടുംബാംഗങ്ങൾക്ക് പിതാവിന് പോലും പറയേണ്ടി വന്നു. അതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഇന്നലെ ഇവർ ഈ ഹർത്താൽ ഒരാഴ്ച മുമ്പേ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ്. ഈ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇന്നലെയാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലുകളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ ഒരു കുഞ്ഞു വാർത്തയെങ്കിലും, പത്രത്തിലാണെങ്കിൽ പല പത്രങ്ങളിലും അകത്തെ പേജിൽ ഒരു സിംഗിൾ കോളം വാർത്തയേ ഉള്ളൂ, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ഞങ്ങൾ കടയടക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നിന്നെയൊക്കെ കടയടപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ പ്രകോപിതരായിട്ടാണ് ഈ സംഘടനകൾ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിറങ്ങുകയും വിവിധ സ്ഥലങ്ങളിൽ വണ്ടി തടയുകയും കടകൾ അടച്ചു പൂട്ടിക്കുകയും മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്തു. മനുഷ്യത്വരഹിതം എന്ന് തന്നെ പറയണം. കാരണം തിരുവനന്തപുരത്ത് നമുക്കറിയാം ഹർത്താൽ ദിവസങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാറുള്ള ഒന്ന്, തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെൻ്റർ RCCയിൽ ശ്രീധര മെഡിക്കൽ സെൻ്ററിലും ചികിത്സയ്ക്ക് വരുന്ന ആളുണ്ട്. പലപ്പോഴും നമുക്കറിയാം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത്. അവർക്കത് വരാം. അപ്പോൾ ആളുകൾക്ക് ഇത് ഹർത്താലാണെന്ന് ആളുകൾ ട്രെയിനിങ് കയറി എന്താർത്ഥത്തിൽ വന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടങ്ങളിലൊക്കെ തന്നെ അവർക്ക് അടുത്ത തീയതി ഫിക്സ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെയാണ് ചികിത്സയ്ക്കായി. ആ തീയതിയിൽ അവരവിടെ ചെന്നിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നീട് അവരെ തീയതി മാറ്റി വാങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് ഒരുപാട് നീണ്ടുപോകും. പക്ഷേ വളരെ അവശ നിലയിലുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും തിരുവനന്തപുരത്ത് ഹർത്താൽ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യേക സർവീസൊക്കെയാണ്. ഹർത്താലാണെങ്കിൽ പോലും RCCയിലത്തേക്കും ശ്രീധരത്തിലേക്കും എല്ലാം വാഹനം പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് RCC പോകാൻ വന്ന ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വളരെ ക്രൂരമായ ഒരു ദൃശ്യം നമ്മൾ കണ്ടിരുന്നു. അത് RCC അല്ലായിരുന്നല്ലോ, അത് തിരുവല്ലയില്ലേ? തിരുവല്ല. ക്യാൻസർ 3 വിഭാഗം ആൾക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. ഒന്ന് പരീക്ഷ എഴുതാൻ എൻട്രൻസ് എഴുതാൻ വന്ന VT എൻട്രൻസ് എഴുതാൻ വന്ന കുട്ടികൾ, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ രോഗികളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായി വന്ന പൊരിവെയിലത്ത് വന്ന് പെട്ട അമ്മമാർ. 2 പ്രധാന സംഭവങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ് നടന്നത്. ഒന്ന്, അടൂര് ഒരമ്മ പൊട്ടിത്തെറിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ട്, വിശന്ന് വലഞ്ഞൊരു കുഞ്ഞിനെ കൊണ്ട് ബാംഗ്ലൂരുവിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത് ഇവിടെ ഹർത്താലാണ്. ഈ കൊടുംചൂടിൽ ഈ കുഞ്ഞിനെയൊക്കെ ആയിട്ട് ആ അമ്മ അവിടെ നിൽക്കുകയും ചാനൽ പ്രവർത്തകർ ചെന്നപ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അവർക്ക് വീട്ടിൽ പോകാൻ വണ്ടിയില്ല. വണ്ടി മുഴുവൻ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞിട്ടിരിക്കുന്നു. ബലം പ്രയോഗിച്ചുള്ള പരിപാടികൾ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ എനിക്കറിയാം. എൻ്റെ മോൾ ബാംഗ്ലൂർ പഠിക്കൊണ്ട് എനിക്കറിയാം. അവിടെ നിന്ന് അവർ രാത്രി 7 മണിക്ക് 6:00 ബസ് തിരിക്കുന്നത്. രാവിലെ ഇവിടെ എത്തും. അവർക്ക് രാവിലെ ഒന്ന് ഭക്ഷണം കഴിക്കുക, ബാത്റൂമൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളതല്ലേ ഇങ്ങനെ എത്തിയിട്ട് നാട്ടിൽ. ഈ തിരുവനന്തപുരത്ത് ഈ പരീക്ഷ എഴുതാൻ വന്ന 25ഓളം വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമായി എന്നുള്ള ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടെ വരുന്നുണ്ട്. 9 മണിക്ക് രാവിലെ അവിടെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ഈ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി. പക്ഷേ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. കാരണം പിന്നെ കഴക്കൂട്ടം ബൈപ്പാസ് അത് മുഴുവൻ വണ്ടി തടഞ്ഞു. ആ വണ്ടികൾ മുഴുവൻ മണിക്കൂറുകളും ബ്ലോക്കായി. ഈ ബ്ലോക്കിനുള്ളിൽ ഈ കുട്ടികൾ അകപ്പെട്ടു പോയി. അത് കാരണം ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. അവരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നം. നിങ്ങൾ ഹർത്താൽ നടത്തിയത് ഒരു പാവപ്പെട്ട കുട്ടി ആത്മഹത്യ ചെയ്തേണ്ടി വന്ന സാഹചര്യത്തിൽ അവന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി. പക്ഷേ നിങ്ങൾ നടത്തിയ ഒരു ഹർത്താലിൻ്റെ പേരിൽ ഈ നാട്ടിലെ കുറേ വിദ്യാർത്ഥികളും രോഗികളും അമ്മമാരും ഒക്കെ വലയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം. അത് നമുക്കുള്ള കേരളത്തിൻ്റെ പൊതുവികാരം തന്നെയാണ്. പക്ഷേ അത് പ്രകടിപ്പിച്ച രീതിയാണ്
ഇത് അല്ല, വളരെ അതെ, ഈ മോശമായ ഹർത്താൽ രണ്ട് രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒന്ന്, അതൊരു സത്യമാണ്. ഒന്ന്, അതെ, മറ്റ് സംഘടനകൾ ഹർത്താൽ ആഹ്വാനം ചെയ്താൽ നാട്ടുകാരെല്ലാം വീട്ടിലിരിക്കും. ഉം. ഒരാളും കട തുറക്കില്ല, ബസ്സുകൾ ഓടില്ല, വാഹനങ്ങൾ ഓടില്ല, എല്ലാം അടഞ്ഞു കിടക്കും. പോലീസുകാർ തലേദിവസം ഇറങ്ങി എല്ലാ കാര്യങ്ങളും നോക്കും. പോലീസുകാരെല്ലാവരും ഇറങ്ങി എല്ലാവരെയും ഒഴിവാക്കി വിടും. എന്നാൽ ഈ ഹർത്താലിനെ കാര്യഗൗരവത്തോടെ നമ്മുടെ ഭരണകൂടങ്ങളോ പോലീസോ കണ്ടില്ല എന്ന് വേണം പറയാൻ. കാണിക്കുക. ഈ ഹർത്താൽ സമൂഹത്തിൽ കാര്യമായ ഉളവാക്കില്ല. അത് ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു അയിത്തം പ്രഖ്യാപിച്ച് നമ്മളൊക്കെ ആ ഹർത്താലിനെ വെല്ലുവിളിച്ച് ആൾക്കാരെല്ലാം നിരത്തിലിറങ്ങി. രാവിലെ വിശാഖം പറഞ്ഞതുപോലെ സാധാരണ പത്രങ്ങളിൽ, പ്രിന്റ് മീഡിയയിൽ പത്രങ്ങളൊക്കെ ഒരു താഴെ ഒരു കോളം വാർത്ത കാണും. ഹർത്താൽ കാരണം വൈകിട്ട് നേരത്തെ അച്ചടിക്കേണ്ടി വന്നതുകൊണ്ട് വൈകി കിട്ടിയ വാർത്തകൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഖേദിക്കുന്നു എന്നുള്ളത്. അങ്ങനെ പോലും ഇന്നില്ല. കാരണം സാധാരണ അതിനെ ആ ഒരു ഗൗരവത്തോടെയാണ് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടത്. പക്ഷേ രാവിലത്തെയോടെ കഥ മാറി. ഇവരോടുള്ള ഈ അവഗണന തന്നെ ഈ സംഘടനകളെ പ്രകോപിപ്പിച്ചു, ഈ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു. അവരെന്ത് ചെയ്തു? അവർ നേരെ വണ്ടി തടയാനും കടകൾ അടപ്പിക്കാനും വഴിയെ വരുന്നവരെ ബലമായിട്ട് പിടിച്ചു നിർത്താനും ഒക്കെ. തിരുവല്ലയിൽ കണ്ട ദയനീയ കാഴ്ചയാണ് അത്. ഒരു ക്യാൻസർ രോഗിയായ ഒരു യുവാവും അയാളുടെ ഭാര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇന്ന് ഹർത്താലാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കും. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചാണ്, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ മാന്നാറിൽ ഒരാൾ, അയാളുടെ കട, അയാൾ ലോൺ എങ്ങാണ്ട് എടുത്ത് തുടങ്ങിയ ഒരു കടയാണ്. അയാളുടെ കട അടപ്പിക്കാൻ അയാൾ അതിരൂക്ഷമായിട്ട് ഇവർക്കെതിരെ പ്രതികരിച്ചു. അല്ല, തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിനകത്ത് ഒരു ഷട്ടർ ഇടയാണ് പുറത്തുനിന്ന്. അകത്ത് ആൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുറത്തുനിന്ന് ഷട്ടറും ഇടയാണ്. അപ്പോൾ ആ മനുഷ്യന്മാരെങ്ങനെ പുറത്തിറങ്ങി പോകും? മാത്രമല്ല ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ വന്നെന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ ബന്ധമുള്ള CPM ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം ഇത് നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, ഈ കട അടപ്പിക്കില്ല, ഞങ്ങൾ വാഹനം തടയില്ല എന്നാണ്. പക്ഷെ അതുകൊണ്ട് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഇത്രയും ഭക്ഷണം പിന്നെ എടുത്തെന്ത് ചെയ്യാൻ പറ്റും? തിരുവല്ലയിലെ ആ രോഗിയോട് തടയുന്ന ആൾക്ക് യാതൊരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരാളാണ്. എടാ, ഒരു ക്യാൻസർ രോഗി ഒരു രോഗിയോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ സമയം കിട്ടും. ഇന്നാണ് അവർക്ക് ഹോസ്പിറ്റൽ ഡോക്ടർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റ് അനുസരിച്ച് പോകാൻ വന്ന ആളാണ്. ആ ആളെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. നമ്മുടെ എങ്ങനെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ RCCയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിലോ ഒക്കെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ നമുക്കറിയാം അതിൻ്റെ ദുരിതം ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. കാരണം അത് ചെന്നേ പറ്റൂ, അത് മസ്റ്റാണ്. എല്ലാവർക്കും തലേദിവസം ഇവിടെ വന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് കിടക്കാനെന്നുള്ള സംവിധാനമുള്ളവരെന്നായിരിക്കില്ല, വളരെ സാധാരണക്കാരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അത് തലസ്ഥാനത്താണെങ്കിലും തിരുവല്ലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ തന്നെ ഈ കുറച്ചുകൂടെ മാനുഷിക പരിഗണന അവർക്ക് നൽകണം എപ്പോഴും. സുഖമില്ലാത്ത അല്ല, ഹർത്താലിന്റെ പേര് സത്യത്തിൽ ഇന്നൊരു അടിഞ്ഞാട്ടം തന്നെ നടന്നിട്ടുണ്ട്. അത് കോടതി വിധിക്ക് വിരുദ്ധമാണ്, മുന്നറിയിപ്പില്ലാത്ത ഹർത്താലാണെന്നാണ് പറയുന്നത്. DGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ പടങ്ങളിൽ കുടുങ്ങിയ ആൾക്കാരെല്ലാം PDPP ആക്ട് പ്രകാരം അകത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുമുതൽ നശീകരണം തന്നെയാണിത്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി. ഇതൊക്കെ കൊണ്ട് അകത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ ഹർത്താലിൻ്റെ ഉദ്ദേശത്തെ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഹർത്താൽ നടത്തിയത് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ തള്ളിപ്പറഞ്ഞു. അതെ, നിതിൻ രാജിൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു, ജനത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, ജനങ്ങളുടെ ചികിത്സ തടഞ്ഞുകൊണ്ടുള്ള, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ഒന്നടങ്കം ആ കുട്ടിയുടെ ആ മരണത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി നീതി ലഭിക്കണമെന്ന് എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. നമ്മളെയൊക്കെ മകനാവാൻ പ്രായമുള്ള ഒരു ചെറിയ കുട്ടി. എന്നിട്ട് അതിന് അവർ സ്വീകരിച്ച ഈ സമര രീതി, ഈ രീതി കാരണം എന്ത് സംഭവിച്ചു? ഈ സമൂഹം ഒന്നടങ്കം ആ കുട്ടിക്കും അതിന്റെ കുടുംബത്തിനും എതിരായി. വീട്ടുകാരും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ വല്ലതും ചെയ്തിട്ടാണോ? അവർ ഇന്നലെ പറഞ്ഞു ഈ ഹർത്താൽ നല്ലതാണെന്ന് അവർ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. കാരണം അവരുടെ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി ആ പറയുന്ന ഒരാൾ മാത്രമാണ് മുൻകൂർ ജാമ്യം കിട്ടിയ സംഗീത എന്ന് പറയുന്ന ഡോക്ടർ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ റാം എന്ന് പറയുന്ന ഡോക്ടറെ, ഒന്നാം പ്രതിയായിട്ടുള്ള റാമിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്തില്ല. ഈ എന്താ പറയുന്നത്, ഇതില് മുന്നോട്ട് പോകുന്നത് അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട്. ലോൺ ആപ്പിന്റെ മാത്രം പ്രശ്നമായി ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നത് വീട്ടുകാർ തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇന്നലെ തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറഞ്ഞു, ഞങ്ങൾ ഈ ഹർത്താലിനോട് സഹകരിക്കില്ല. കാരണം എന്താണെന്നറിയോ? അന്വേഷണം ശരിയായ ദിശ. അതാണ് ഹർത്താൽ അനുകൂലികളെ പ്രകോപിപ്പിച്ചത്. ഈ അന്വേഷണം ശരിയായ ദിശയിലായി പോയി എന്ന് പറയാൻ ഇവരാരാണെന്നാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികം. പിന്നെ അവർ ചോദിക്കുന്ന, മറ്റുള്ളവർ സമരം പ്രഖ്യാപിച്ചാൽ, ഹർത്താൽ പ്രഖ്യാപിച്ചാൽ അടയ്ക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ദളിതൻ്റെ ഹർത്താലിനോട് നിങ്ങൾക്ക് അയിത്തമാണോ, എന്നാൽ പിന്നെ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്നുള്ള ഒരു പ്രതികാര മനോഭാവത്തോടെ മുത്തവിടത്ത് ആൾക്കാരിറങ്ങിയാണ് ഇത് ചെയ്തത്. എന്തായാലും ഇത്തരം ഒരു പ്രവണത അത് ഏത് പാർട്ടിയായാലും
അത് ദളിത് സംഘടനകളായിക്കോട്ടെ, മറ്റു സമുദായ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒക്കെ തന്നെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഈ രാഷ്ട്രീയക്കാരുടെ ഹർത്താൽ കാരണം ജനം മടുത്ത് തലയിൽ കൈവച്ച് പ്രാകുന്ന അവസ്ഥയുണ്ട്. പണ്ട് വേറൊന്നായിരുന്നു, ബന്ധായിരുന്നു, അത് കോടതി നിരോധിച്ചപ്പോഴാണ് ഹർത്താൽ ഇറങ്ങിയത്. ഇതിനിടയ്ക്ക് നമ്മൾ പറയണമല്ലോ, ഈ കേസ് എടുക്കുക തന്നെ വേണം. ഇതിനകത്ത് ഈ ആശുപത്രിയിൽ പോയ പിന്നെ ക്യാൻസർ രോഗിയെ അടക്കം തടഞ്ഞവരെ, ആ കുട്ടികളുടെ പരീക്ഷ എഴുതാനുള്ള അവകാശം ഇല്ലാതാക്കിയവരെ, ഇവരെ കൃത്യമായിട്ട് കണ്ടെത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുക തന്നെ വേണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതെ അതെ, നമുക്ക് അറിയാമല്ലോ, പോപ്പുലർ ഫ്രണ്ട് റെയ്ഡ് നടന്നല്ലോ, PFI റെയ്ഡ്. ഈ റെയ്ഡ് നടന്നതിൻ്റെ പിറ്റേന്ന് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് ഇവന്മാർ ഈ നാട് മുഴുവൻ അഴിഞ്ഞാടി. അതെ, അഴിഞ്ഞാടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അന്ന് ഇവർ അഴിഞ്ഞാടിയത് എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷകനാണെന്നൊരു പ്രതീതി വരുത്തി വെച്ചിരുന്നു. അങ്ങനെയുള്ള പിണറായി വിജയൻ തന്നെയാണ് ഈ NIA കൊണ്ടുവന്ന് ഇവരെ പൊക്കിച്ചതെന്നുള്ള വിവരം ഇവർ പിന്നീടാണ് അറിയുന്നത്. അപ്പൊ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ പോലും അവർ വിചാരിച്ചിരുന്നത് പിണറായി വിജയൻ ഞങ്ങളുടെ സംരക്ഷകനാണ്. ഇവർ ഈ ഹർത്താൽ ദിനത്തിൽ അഴിഞ്ഞാടി പൊതുമുതൽ കംപ്ലീറ്റ് നശിപ്പിച്ചു. വണ്ടികളെല്ലാം തകർത്തു, വഴിയെ പോയവരെല്ലാം തല്ലി. എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത ആഴ്ച ഹൈക്കോടതി ഇവരുടെ മുഴുവൻ സ്വത്തുക്കൾ കണ്ടെത്തി. അതായത് പൊതുമുതൽ നശീകരണത്തിനും യാത്രക്കാർക്കുണ്ടായ നഷ്ടപരിഹാരത്തിനും ഒക്കെ ആയിട്ട് ഈ എവിടൊക്കെ ആരൊക്കെ സമരം ചെയ്തോ അവരുടെ മൊത്തത്തിന്റെ സ്വത്ത് കണ്ടെത്തി. മാത്രമല്ല ഇവർ ആർക്ക് വേണ്ടിയാണോ സമരം ചെയ്തത് അവരൊക്കെ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയാം. അവരല്ല, ഇവിടുന്ന് കൊണ്ടുപോയ PFI നേതാക്കന്മാർ മുഴുവൻ തിഹാർ ജയിലിൽ കിടപ്പുണ്ട്. ഇതുവരെ ആർക്കും കാണാൻ കൂടി അന്ന് പക്ഷെ അവർ സത്യം തിരിച്ചറിയുന്നു, പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷകനല്ല, അതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഒപ്പം അല്ല എന്നൊരു സത്യം കൂടി. അത് CPM എല്ലാ കാലത്തും നിലപാട് അങ്ങനെ തന്നെയായിരുന്നല്ലോ. പണ്ട് നായനാർ പ്രസംഗിച്ചിട്ടുണ്ട് സന്തോഷത്തോടുകൂടി, ഈ മതിനെ ഓനെ തൂക്കിയെടുത്ത് അകത്താക്കിയ നമ്മളാണെന്ന് പിന്നീട് അവർ തിരിച്ചു പറഞ്ഞു. 10 വോട്ടിന് വേണ്ടി തിരിച്ചു പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി. എന്താണെങ്കിലും ശരി, ഇന്നത്തെ ഈ ഹർത്താലിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, ഈ മാനവികതയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യ വിരുദ്ധതയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിങ്ങളൊരു മനുഷ്യന്റെ ആത്മാവിന് നീതിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു സമരം, പക്ഷെ അത് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ ദുരിതമായി മാറി. ആ ജനങ്ങൾ നിങ്ങളെ പ്രാകുകയാണ്. അതിനൊപ്പം തന്നെ ആ കുട്ടിയുടെ പേരിൽ, ആ മരിച്ചുപോയ കുട്ടിക്ക് വരെ ശാപവാക്കുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇനിയെങ്കിലും ഈ ഹർത്താൽ നടത്തുന്നവർ മനസ്സിലാക്കും. മാത്രമല്ല ഇതിലൊരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പൊതുജനങ്ങൾ ഇറങ്ങിയതാണ് ഇതിനെതിരെ അവസാനം. ഹർത്താലിനെതിരെ ജനങ്ങൾ, കാരണം അവർ ഓരോരുത്തരും ഓരോ ആവശ്യത്തിന് പോകുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉദാഹരണം ആലോചിച്ച് നോക്കുക, ആ സ്വന്തം മകനെ മകളെ കൊണ്ട് ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പോയ ഒരു രക്ഷാകർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. വഴി കടന്നിട്ട് പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസരം നഷ്ടമായി, അവർക്ക് തിരിച്ചു കിട്ടത്തില്ല ആ ഒരു അവസരം. ഇതുപോലെ സേപരീക്ഷയൊന്നുമല്ല, ഇത് എല്ലാ തരം വിദ്യാർത്ഥികൾക്കുമായിട്ട് നടത്തി. ഇതിനകത്ത് 10 പേര് വന്നില്ലെങ്കിൽ അവർ ആബ്സെന്റ് ആണ്. അവർക്ക് ഒരു പരീക്ഷയ്ക്ക് അരമണിക്കൂർ അവർ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല, പിന്നെ അവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല പരീക്ഷ നടക്കുന്ന സ്ഥലത്തേക്ക് പോലും. എന്തായാലും ഇന്നത്തെ മാതിരി ഹർത്താലുകൾ നമ്മൾ ശരിക്കും അപലപിക്കപ്പെടേണ്ടതാണ്. ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകണം. ഇതിന് ഉത്തരവാദിയായവരെ അറസ്റ്റ് ചെയ്യണം. ഇവരിൽ നിന്ന് ഇതിനുള്ള ഒരുപക്ഷെ നമ്മൾ ഈ പരിപാടി നമ്മൾ ലൂസ് ടോക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഹൈക്കോടതി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പിന്നെ തീരുമാനം എടുത്തില്ലെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇടപെട്ട് തീരുമാനം വരുമെന്നാണ് നമ്മൾ PFIക്കെതിരെ ഉണ്ടായ പോലെ തന്നെയുള്ള നിലപാട് ഇവിടെ ഉണ്ടാവും. മാത്രമല്ല രസകരമായ ഒരു വാർത്ത വന്നത്, തൊടുപുഴയോ മറ്റാണെന്ന് തോന്നുന്നു, ഇത്തരത്തിൽ ഹർത്താൽ അനുകൂലി അവർ അവിടെ എത്തി വലിയ തോതിൽ വാഹനങ്ങൾ തടയുക, എല്ലാ ബൈക്ക് എടുത്ത് പുള്ളി അങ്ങ് പോവുകയാണ്. നാട്ടിൽ പിടിച്ചു നിർത്തിയത് അതാ എവിടെ പോകണമെന്ന് വെച്ചാൽ അത് അടുത്ത സ്ഥലത്ത് പോയി ഞാൻ തടഞ്ഞിട്ട് കേട്ടോ, അത് വേണം, നടന്നു പോയാൽ മതി. താൻ മറ്റുള്ളവരുടെ വണ്ടി തടഞ്ഞു താൻ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ നേതാക്കന്മാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് അവർ വണ്ടി കയറി പോകും. അത്രയാണ്. സാധാരണക്കാരൻ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. എന്തായാലും ഹർത്താലിൽ നിന്ന് നമുക്ക് പവർ കട്ടിലേക്ക് വരാം. അടുത്ത ദുരിതം, ജനത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ഈ സർക്കാർ. ഇറങ്ങിപ്പോകുന്നതിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും ജനത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആണല്ലോ, ഇനി ഒരാഴ്ച ഇല്ല, 5-6 ദിവസമേ ഉള്ളൂ. എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവരൊരു പത്രപരസ്യം ഇറക്കിയായിരുന്നു 10 വർഷം മുമ്പുള്ള ഇരുണ്ട യുഗത്തെക്കുറിച്ച്, ഇരുണ്ട കാലഘട്ടത്തെ, ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ ആഫ്രിക്ക പണ്ട് വിളിച്ചിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഇരുണ്ടത്. എന്താണ് കാരണം? ഇവരുടെ കയ്യിലിരിപ്പ്. ഈ സർക്കാരിന്റെ കയ്യിലിരിപ്പ് കാരണം ജനം ഇവിടെ ഉരുകി മരിക്കുകയാണ്. സർക്കാർ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്ന് പറയാതെ എന്താ വൈദ്യുതി ക്രമീകരണം എന്ന പേരിൽ ഇവിടെ മിക്ക സ്ഥലത്തും ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി. അല്ലാതെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പറയാൻ പോലത്തെ ഒരു വാക്കേ ഉള്ളൂ, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇതിന്റെ ഓരോ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോ വാക്കുകളാണല്ലോ, അതനുസരിച്ച് ഞങ്ങൾ പറയും. ഇരുണ്ട യുഗം പരസ്യം കൊടുത്ത പിണറായി വിജയൻ ഒരു അല്പം പോലും ഉളുപ്പില്ല. കാരണം എന്താ, ലോഡ് ഷെഡിങ് ആണെന്ന് നേരിട്ട് പറയാനുള്ള തൻ്റെ ഇടം വേണം ഭരണാധിപന്മാർക്ക്. എന്തുകൊണ്ടാണ് ഇവർ പറയാത്തതെന്നറിയാമോ? ഇവരുടെ കെടുകാര്യസ്ഥത കാരണമാണ് ഈ ലോഡ് ഷെഡിങ് വേണ്ടി വന്നത്. ഒരു വൈദ്യുത നിലയങ്ങൾ ഒരിടത്തും തന്നെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല, എല്ലാം ധാരാളമാണ് പലതും. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര പുതിയ വൈദ്യുത പദ്ധതികൾ, ബദൽ എനർജി
എത്രയിടത്തുള്ളൂ ഈ കേരളത്തിലുണ്ടായിട്ട്? ഇല്ല. രസകര കാര്യം, ഇന്ന് മാതൃഭൂമി ഓൺലൈനിൽ KCB മുൻ ചെയർമാനായ ബിജു പ്രഭാകറുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. എൻ്റെ ക്ലാസ്മേറ്റായ P മുരളീധരനാണ് അത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കൂടംകുളം നിലയത്തിൽ പോലെ 2 ആണവ റിയാക്ടർ കേരളത്തിന് തരാമെന്ന് ബിജു പ്രഭാകരൻ്റെ ഈ സീനിയറായിരുന്ന TK എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സീനിയറായിരുന്ന ഡോക്ടർ സുരേഷ് എന്നോ മറ്റാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ചുമതലക്കാരനെ അദ്ദേഹം കുടംകുളത്തിൻ്റെ 2 റിയാക്ടർ നമുക്ക് തരാമെന്ന് പറഞ്ഞു. അത് ഇവിടെ രാഷ്ട്രീയക്കാരെടുത്ത് ഇവിടെ നമ്മളെ ഭരണ തലപ്പത്തുള്ളവർ പറഞ്ഞപ്പം ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇതങ്ങ് ഉഴപ്പ്. കാരണം ഈ മറ്റേ പരിസ്ഥിതിക്കാരെല്ലാം കൂടെ ഇറങ്ങുമല്ലോ. അല്ല, കൂടംകുളത്തിനെതിരെ എന്തൊരു സമരമായിരുന്നു. അതെ, അപ്പൊ കൂടംകുളത്തിനെതിരെ എന്തൊരു സമരമായിരുന്നു. എന്നിട്ട് ഇപ്പൊ പുഴുങ്ങുന്ന പറഞ്ഞാൽ ശരീരം മൊത്തം വീശിക്കൊണ്ടിരിക്കുകയാണ്. കൂടംകുളത്ത് ഇതെന്താ ഇപ്പം അവരുടെ ഒരു ആണവ റിയാക്ടറിൽ ഒരു 1ാം നമ്പർ റിയാക്ടർ തകരാറിലാണ്. അത് കാരണം കേരളത്തിലുള്ള വൈദ്യുതി വിഹിതം കുറഞ്ഞു. അല്ല, മാത്രമല്ല ബിജു പ്രഭാകർ വേറെ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മളൊരു ഹൈഡൽ പ്രോജക്റ്റ് ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ എത്ര ഏക്കർ കണക്കിന് വനമാണ് വെള്ളത്തിൻ്റെ അടിയിലായി പോകുന്നത്. അതെ, എന്നിട്ട് ഒരു ആണവ റിയാക്ടർ വയ്ക്കാന്ന് പറഞ്ഞാൽ പതുക്കെ. കാര്യം ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ പുരോഗമനപരമായ ഒരു കാര്യത്തിന് സമ്മതിക്കാത്ത കുറേ പരിസ്ഥിതിവാദികൾ സംഘങ്ങളുണ്ട്, നല്ല സത്യസന്ധരുമുണ്ട്. ഇതുകൊണ്ട് കച്ചവടം നടത്തുന്നവർ, ഇതുകൊണ്ട് പുരസ്കാരം വാങ്ങിക്കാൻ നടക്കുന്ന ആളുമൊക്കെ ഉണ്ട്. ഇവർ സമ്മതിക്കില്ല. കേരളത്തിൽ ആണവ റിയാക്ടർ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ബോളം വയ്ക്കും. അല്ല, നമ്മളിപ്പോൾ ബദൽ വൈദ്യുതി നമ്മൾ പറയുന്നു, ഒരുപാട് വീടുകൾ സോളാർ എനർജിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം വൈദ്യുതി കാറുകൾ ധാരാളമായി വിൽക്കപ്പെടുന്നുണ്ട്, ഇലക്ട്രിക് കാറുകൾ വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിലും AC, ഒന്നിലധികം ACകൾ വീടിനുള്ളിൽ പ്രവർത്തിപ്പിക്കണമെങ്കിലും കനത്ത കറണ്ട് ചാർജ് വരാതിരിക്കണമെങ്കിൽ ഇതാണ് മാർഗം. സോളാർ എനർജിയാണ് മാർഗം. അങ്ങനെ സോളാർ എനർജി വെച്ചിരിക്കുന്നതാണ് ഒരുപാട് വീടുകൾ. ആ സോളാർ എനർജി വീടുകളിൽ ഉപയോഗിച്ചതിൻ്റെ ബാക്കി KCBക്ക് നൽകുന്നുണ്ട്. അങ്ങനെ കുറെ സോളാർ എനർജിയിൽ നിന്ന് കുറെ മെഗാവാട്ട് വൈദ്യുതി KCBക്ക് കിട്ടുന്നുണ്ട്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചു. അല്ല, അതാണ് ഈ സോളാർ എനർജി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വൈദ്യുതിയുടെ അവസ്ഥ എന്തായിരുന്നേനെ. അല്ല, ഇവർ പണ്ട് ഈ ലാവലിൻ കേസ് വന്ന സമയത്ത് നമുക്ക് അറിയാം, ചെങ്കുളം അവിടെയൊക്കെ തന്നെ ഡാം, അവിടുത്തെ ഉപകരണങ്ങൾ പിന്നെ റിപ്പയർ ചെയ്യാൻ പോയതും കാനഡിയൻ കമ്പനി വന്നതൊക്കെ നമുക്കറിയാം. ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പരമാവധി അങ്ങ് പോകട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ ഭരണം കഴിയുമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ഭരണത്തിന്റെ തലയ്ക്ക് ഇരിക്കുമെന്നുള്ള ചിന്തയായിരിക്കും. കായംകുളം താപനിലയം വന്നപ്പോൾ എന്തും വേണ്ടി എതിർപ്പായിരുന്നു. കായംകുളം താപനിലയം വന്നപ്പോൾ അതിനെ വലിയ പരിസ്ഥിതി മലിനീകരണ ഭീമനായിട്ടാണ് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ ഇവിടെ അതിനെതിരെ സമരം നടത്തിയത്. ഇപ്പോൾ നമുക്കറിയാം, അധിക വൈദ്യുതി മേടിക്കാനായിട്ട് സർക്കാർ തയ്യാറെടുത്തപ്പോഴാണ് യൂണിറ്റിന് 10.5 രൂപ വരെ കൊടുക്കാൻ അനുവദിക്കുന്നു. റെഗുലേറ്ററി കമ്മീഷൻ തിരക്കി ചെന്നപ്പോൾ 20 രൂപയാണ് യൂണിറ്റ്. ആ വൈദ്യുതി വാങ്ങൽ അവിടെ നിന്നു. നിന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വൈദ്യുതി നിയന്ത്രണം എന്ന ഓമന പേരിൽ ലോഡ് ഷെഡിങ് നടപ്പാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അതിലെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പിന്നെ വന്നിട്ടുണ്ടോ? അന്ന് 1976-77 മറ്റാണെന്ന് അത് ഉദ്ഘാടനം നടത്തിയത്. ഒരുപക്ഷെ ഇന്നും അതേ അവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. അവിടുത്തെ സാങ്കേതിക കാര്യങ്ങളും എല്ലാം അന്നത്തെ അവസ്ഥയായിരിക്കാം. ഇതൊന്ന് റിപ്ലേസ് ചെയ്യാനോ അത് വീണ്ടും ഒന്ന് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കാനോ ഒന്നും നമ്മളിന്നും ആലോചിച്ചിട്ടില്ല. കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ വളരെ ജനസാന്ദ്രതയുള്ള ഈ നമ്മുടെ നാട്ടിൽ ഈ ജലവൈദ്യുത പദ്ധതികൾ ഇനിയും അത്ര പ്രായോഗികമല്ല. അതിന് നമ്മൾ ആണവ റിയാക്ടറൊക്കെ തന്നെ. മാത്രമല്ല, ഇപ്പോൾ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന സംഭവം കുറഞ്ഞു വരികയല്ലേ. മഴ കുറയുന്നു, ജലത്തിന്റെ സോഴ്സ് കുറയുന്നു. കേരളത്തിൽ എത്രയോ നദികൾ മരിച്ചുപോയി എന്ന് തന്നെ പറയപ്പെടുന്നത് ആ ഒരു അവസ്ഥയല്ലേ. പക്ഷേ ഈ പരിസ്ഥിതിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഈ നോ പറയുന്ന ആളുണ്ടല്ലോ. എന്ത് പറഞ്ഞാലും നഹി എന്ന് പറഞ്ഞ പണ്ടൊരു കാക്കശ്ശേരി പട്ടാരിയെ കുറിച്ച് കേട്ടോ. അതുപോലെയാണ് എന്ത് കണ്ടാലും ആദ്യം കേൾക്കും മുമ്പേ അവർ ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നങ്ങ് പറയുന്ന രീതിയിലേക്ക് പോവുകയും പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ബുദ്ധിജീവികൾ കൂടുതൽ പേരുള്ളത് ഇടതുപക്ഷമായി ചേർന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ പണക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ബിജു പ്രഭാകരൻ വെച്ച നിർദ്ദേശം നല്ലതാണെന്ന് സർക്കാർ മനസ്സിലായി കാണും. പക്ഷേ അവർ വേണ്ടെന്ന് വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ ഇപ്പോഴത്തെ ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം നമ്മളുടെ മുന്നൊരുക്കമില്ലായ്മയാണ്. ഇവിടുത്തെ ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പാണ് വൈദ്യുതി വകുപ്പ്. കൃഷ്ണൻകുട്ടി മാറി നിന്നിട്ട് മാത്യു തോമസിനെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ചു പോയല്ലോ. അതെ. പക്ഷേ ഈ വൈദ്യുതി വകുപ്പാണ് ഏറ്റവും പിടിപ്പ് കെട്ട വകുപ്പ്. കാരണം എസൻഷ്യൽ സർവീസിൽ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യവും വൈദ്യുതിയും ഒക്കെ. നമ്മൾ ആരോഗ്യത്തിൻ്റെ കഥ പുറകെ പറയാം. ഈ വൈദ്യുതിയുടെ കഥ പറയുമ്പോൾ ഇവിടെ ഈ പവർ കൺസംഷൻ കൂടും എന്നുള്ളത് ഇവരിപ്പോഴാണ് അറിയുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, വേനൽക്കാലം ഒരു ജനുവരി ഫെബ്രുവരി തുടക്കത്തോടു കൂടി പതുക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ മാറി. കേരളത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ കാലാവസ്ഥ മാറി. ലോകത്തിൻ്റെ ഋതുക്കളും അതെല്ലാം മാറി. വിഷുവങ്ങളും അയനാന്തങ്ങളും ഒക്കെ മാറി വരുമ്പോൾ ഇപ്പം ഏതാണ്ടൊരു ഫെബ്രുവരി മധ്യത്തോടു കൂടി ചൂടാരംഭിക്കും.
ഇതൊരു മെയ് 31 വരെയോ ജൂൺ പകുതി വരെയോ നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഏതായാലും അറിയാം ഈ കാലഘട്ടത്തിൽ ചൂട് കൂടും. പക്ഷേ ഇത്രയും ചുട്ടുപൊള്ളുന്ന ഒരു എൽനീനോ പ്രതിഭാസം വരുമെന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ സാങ്കേതികമായി നമ്മൾ വളരെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ വളരെ മുന്നിലേക്ക്, നമ്മൾ എത്രയോ സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്. കൃത്യമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വളരെ നേരെ മുൻകൂട്ടി അറിയാനുള്ള എല്ലാ സംവിധാനവും നമുക്കുണ്ട്. എന്നിട്ട് പോലും തീർച്ചയായും കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ടാവണം. ഈ എൽനീനോ പ്രതിഭാസം ഉണ്ടാവുമെന്ന് അറിഞ്ഞു. ഇത് അപ്പം എന്ത് ചെയ്യണം? വൈദ്യുത വിതരണ പ്രസരണ ലൈനുകളിൽ അറ്റകുറ്റപ്പണി നടത്തണമല്ലോ. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകളിൽ, സബ്സ്റ്റേഷനുകളിൽ, ഇതിലെല്ലാം അറ്റകുറ്റപ്പണി നടത്തി ഇതെല്ലാം നവീകരിച്ചിട്ട് വേണമായിരുന്നു ഈ വേനലിനെ നേരിടാൻ. ഇപ്പം മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പകുതിയും പ്രഹസനമാണ്. മിക്ക സ്ഥലത്തും ഓടകളെല്ലാം അടഞ്ഞു കിടക്കും, മിക്ക സ്ഥലത്തും ടച്ചിങ്ങുകൾ വെട്ടുകയില്ല, ചെളിക്കുഴികൾ അടയ്ക്കുകയില്ല, കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാകുകയില്ല, ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടക്കും. ഇങ്ങനെയൊക്കെ വന്ന് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം കഴിഞ്ഞിട്ട് ഈ മഴ അങ്ങോട്ട് തുടങ്ങുന്ന കുറേ ഒറ്റ മഴയ്ക്ക് വീടുകളിൽ വരെ വെള്ളം ഈ ഓടകൾ അടഞ്ഞു കിടക്കുന്നതാണ് കാരണം. ഈ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ചെന്നൈയിലൊക്കെ അവിടുത്തെ ചൂട് നമുക്ക് ഊഹിക്കാവുന്ന വലിയ ചൂടുള്ള സ്ഥലം. അതുപോലെ മഴ പെയ്താൽ പണ്ട് അതിനേക്കാളും വലിയ അടുത്ത വെള്ളപ്പൊക്കമാവും. അപ്പോൾ ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്നൈ കോർപ്പറേഷൻ, അന്ന് അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ മഴക്കാലം വരുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും എല്ലാ വർഷവും അവരങ്ങനെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെന്നൈ നഗരത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെയാണ് ഈ പറഞ്ഞ വൈദ്യുതി കേരളത്തിലെ കാര്യം. 220 ട്രാൻസ്ഫോമറുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തകരാറില്ല. ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. ഇത് ലോഡ് വലിക്കില്ല. അതെ, ഇത്രയും കറണ്ട് ഈ ലോഡുകൾ വലിക്കില്ല. അത് അടിച്ചു പോകും, ട്രാൻസ്ഫോമർ അടിച്ചു പോകും. എത്ര അപ്പോൾ ഇപ്പം എന്താണ്? ഇപ്പം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എന്താ നിങ്ങൾ AC രാത്രിയിൽ 24-നും 26 ഡിഗ്രിക്കും ഇടയിൽ ക്രമീകരിക്കുക. നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാതിരിക്കുക. ഇൻഡക്ഷൻ കുക്കറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഗൾഫ് യുദ്ധം വന്നതോടുകൂടി എല്ലാവരും ഇൻഡക്ഷൻ കുക്കർ മേടിച്ചു. പിന്നെ നിങ്ങൾ ഈ എന്താണ് പറയുന്നത്, പിന്നെ വൈദ്യുതി കാറുകൾ ചാർജ് ചെയ്യാതിരിക്കുക. വൈദ്യുതി കാറുകളുടെ ചാർജിങ് എന്ന് പറയുന്നത് മിക്കയിടത്തും സോളാർ എനർജിയിൽ നിന്നാണ്. ചിലരൊക്കെ മാത്രമാണ് വീട്ടിലെ കറണ്ട് എടുത്ത് നമ്മൾ വൈദ്യുതി കാർ ചാർജ് ചെയ്യാൻ പോയാൽ നമ്മൾ കുത്തുവാള എടുക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നം. ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനൊരു നീക്കമുണ്ട്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതെ രക്ഷയില്ല. കാരണം വർദ്ധിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ഇന്ന് വർദ്ധിപ്പിച്ചു. ഒരു മാസ ബില്ലിങ്ങിന് പകരം 2 മാസ ബില്ലിങ് കൊണ്ടൊന്ന് കൊള്ളയാണ് നടത്തുന്നത്. ശരിക്കും നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, മാത്രമല്ല ഇപ്പം ഡോക്ടർ ബി അശോക് അല്ലെങ്കിൽ ഇദ്ദേഹം നമ്മുടെ വിജയപ്രഭാകരനൊക്കെ പോലുള്ള മിടുക്കന്മാരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തലപ്പത്ത് ചെയർമാന്മാരിരുന്നപ്പോൾ അവരെ ജീവിക്കാൻ ഒതുക്കാത്ത അവസ്ഥ അവിടെ യൂണിയൻകാരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ പോലുള്ള ദീർഘവീക്ഷണമുള്ള ഭാവനശാലികളായ ആളുകൾ കൃത്യമായി ഇതിന്റെ ഗുണദോഷങ്ങൾ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ അടുത്ത് ചെയർമാൻ കസേരയിരിക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അവിടെ രാഷ്ട്രീയക്കാരൻ തലവെക്കും. അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് അവിടുത്തെ ചെയർമാനേക്കാളും വലിയ ആൾ ഞാനാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ഈ അവിടുത്തെ യൂണിയൻ നേതാക്കളെ കുറിച്ച് പല ചെയർമാന്മാരായിരുന്ന IAS നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കേരളത്തിൻ്റെ മൊത്തത്തിൽ ഉരുകിത്തിരിയാണ് കേരളം പല രീതിയിൽ. ഒരു രീതിയിലല്ല, പല രീതിയിൽ. അതെ, ഈ ഭരണം കാരണം കേരളം മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ചു എന്ന് തന്നെ പറയാം. ഇറങ്ങിപ്പോകുന്ന സമയത്ത് പോലും നാട്ടുകാർ പ്രായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും പാലക്കാട് പോലെയുള്ള ജില്ല. നമുക്കിവിടെ തിരുവനന്തപുരത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സാധാരണ ചെറിയ ഒരു ഇതിൽ ഫാനിന്റെ ഇതിൽ കിടന്ന് ഉറങ്ങാവുന്നതേ ഉള്ളൂ. അതിനുള്ള ആ പുകച്ചിലില്ല, ഈർപ്പമില്ല. നമ്മൾ ഫർണസിലിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് തിരുവനന്തപുരത്തും വയനാട്ടിലും ഇടുക്കിയിലും മാത്രമാണ് ഒരു അല്പമെങ്കിലും ആശ്വാസമുള്ളത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ഒക്കെ മനുഷ്യൻ ഉരുകി ഇല്ലാതാകും. നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഉരുകിപ്പോകും, നമ്മുടെ ശരീരം ഉരുകിപ്പോവാണ്. നമ്മൾ സർവേക്ക് പോയ ദിവസങ്ങൾ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അസംബ്ലി സർവേക്ക്. ഞാൻ കൊല്ലത്തൊക്കെ പോയപ്പോഴേ ശരിക്കും ചവറലൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ അന്ന് 38 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ചൂടായിരുന്നു തോന്നുന്നു. 41-42 ഒക്കെയാണ് നമ്മുടെ പാലക്കാടുള്ളത്. അപ്പോൾ ആ രീതിയിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ് UDF സർക്കാരിനെ പരിഹസിച്ച് പത്രപരസ്യം നൽകിയ നിങ്ങൾ ഇപ്പൊ പശ്ചാത്തപിക്കുന്നുണ്ടാവും. കാരണം ഇരുണ്ട യുഗം ഇപ്പോഴാണ്. UDFന്റെ കാലത്ത് ഇത്ര പശ്ചാത്താപം ഇല്ല. അത് ശരിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളിത് ശരി, അതങ്ങനെയുള്ള ചില ആളുണ്ടല്ലോ, ഞാൻ എന്ത് കാണിച്ചാലും ഞാൻ ചെയ്തതിൻ്റെയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് രാത്രി കഴിഞ്ഞ എത്രയോ നാളുകളായി രാത്രിയാകുമ്പോൾ ഈ കറണ്ട് പോകുന്നത്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച അവിടെ ഒരു ഫോൺ എടുക്കില്ല. അത് പണ്ടുള്ളത് തന്നെയാണ്, വിളിച്ച ഫോൺ എടുക്കില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ലൈനിൽ കൂടെ വരുന്ന വൈദ്യുതി ഉപഭോഗം കൂടുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒരു വീട്ടിൽ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ
ഞാൻ നമ്മുടെ പത്തനംതിട്ടയിലെ വീട്ടിലാണ് കിടക്കുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും 2 ഫാൻ ഒരേപോലെ വെക്കും. ഓക്കേണ്ടി വരും. ഒന്ന് സീലിംഗ് ഫാനും വെക്കും, ഒന്ന് ടേബിൾ ഫാനും വെക്കും. എന്നിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം എണീറ്റ് കുളിക്കേണ്ടി വരും. അതെ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു സാമ്പിൾ ലോഡ് എന്താണ്, നമ്മുടെ എത്ര രൂപയുടെ എന്തുമാത്രം കറണ്ട്. എല്ലാ ആളുകൾക്കും ഇൻവെർട്ടർ വയ്ക്കാനോ അതല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങിച്ചു വയ്ക്കാനോ വീട്ടിൽ അല്ലെങ്കിൽ സോളാർ പാനൽ സ്ഥാപിക്കാനോ ഒന്നുള്ള സാമ്പത്തികമുള്ളവരുള്ള ജനങ്ങൾ. എന്തായാലും അത് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത സംഭവം, പുരുഷന് ഗർഭപാത്രം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ചരിത്രപരമായ പ്രാധാന്യം കൂടെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഈ എന്താണ് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാധാകൃഷ്ണനായ പഴയ ഒരു കഥയുണ്ട് 18 ആണ്ടുകൾക്ക് മുമ്പ്. അത് ഈ മഹാഭാരതത്തിലൊരു കഥയുണ്ടല്ലോ, കജദേവയാനി. കജൻ എന്ന് പറയുന്ന ഇന്ദ്രന്റെ ചാരൻ ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിദ്യ അറിയാവുന്ന മുനിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശുക്രാചാര്യർ എന്നാണെന്ന് തോന്നുന്നു എനിക്ക്. ശുക്രാചാര്യരെ വീട്ടിൽ പോകുന്നു, അയാളുടെ മകളുമായിട്ട് പ്രേമമാകുന്നു. അപ്പോൾ ഈ കജൻ ഈ ഇന്ദ്രന്റെ ചാരനാണെന്ന് അറിയാവുന്ന ആൾക്കാരെ ഉപയോഗിച്ച് ഇയാളെ പല രീതിയിൽ കൊല്ലുകയാണ്. കൊന്നു കഴിയുമ്പോൾ ഈ മകളുടെ വിഷമം സഹിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ മകളെ ഇദ്ദേഹം പുനരുജ്ജീവിപ്പിക്കും. ഈ കജനെ അദ്ദേഹം ജീവിപ്പിക്കും. അങ്ങനെ ഇരിക്കെ രാക്ഷസന്മാരെല്ലാം കൂടെ കൂടി ഇവനെ അടിച്ച് കൊന്ന് കത്തിച്ച് കലക്കി ചാരമാക്കി ഒരു ഗ്ലാസ്സിനകത്തിട്ട് പാനീയമാക്കി ഈ ശുക്രാചാര്യരെ അദ്ദേഹം ഇത് കുടിക്കുന്നു. കുടിച്ചു കഴിയുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇയാളെ കൊന്ന് കത്തിച്ചു എന്ന് മനസ്സിലായി. മകൾ കരയുന്നു. ഒടുവിൽ പുള്ളി മന്ത്രം ചൊല്ലിയപ്പോൾ എന്തോ സംഭവം, പുള്ളിയുടെ വയറ്റിൽ കിടന്ന കജൻ വിളി കേൾക്കുകയാണ്. അതാ കുടിക്കാൻ കൊടുത്തത്. കഥയാണ്, മഹാഭാരതത്തിലെ കഥയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ മരിച്ചവനെ ജീവിപ്പിക്കുന്ന മന്ത്രം അവന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൻ ഇയാളുടെ വയറ് പിളർന്ന് പുറത്ത് വരും. പുറത്ത് ചാടിയ ശേഷം അദ്ദേഹത്തെ ജീവിപ്പിക്കണം. അങ്ങനെ ഇന്ദ്രൻ എന്തിനാണോ അയാളെ വിട്ടത്, അയാൾ ആ വിദ്യ സ്വായത്തമാക്കുകയാണ്. എങ്ങനെ ഈ അകത്ത് കിടക്കുന്ന ആൾക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു, അവൻ അവിടെ കിടന്ന് അവനത് വയറ് പിളർന്ന് പുറത്ത് വരുന്നു. പുറത്ത് വന്നതിന് ശേഷം ഇയാളെ ജീവിപ്പിക്കുന്നു എന്ന കഥ. ഞാനിത് പണ്ട് വായിച്ച കഥയാണ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കുക. നമ്മൾ കൊച്ചു പിള്ളേരായിരിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ള കഥയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഒരു യുവാവിന് ഗർഭപാത്രം വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ സൗജന്യമായിട്ടാണ് നടത്തിയത്. ഓപ്പറേഷൻ ഇല്ല, വേറെ മറ്റു പരിപാടികളൊന്നും, ലിംഗമാറ്റം ഒന്നുമില്ല, ഗർഭപാത്രം വെച്ച് കൊടുത്തു. അദ്ദേഹം നെഫ്രോളജി വിഭാഗത്തിൽ അദ്ദേഹം ഒരു സ്കാനിങ്ങിന് പോയതാണ്. അതെ, സ്കാനിങ്ങിന് പോയതാണ്. അത്രയും തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അദ്ദേഹത്തിന് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, മൂത്രാശയ രോഗമായിട്ട് എന്തോ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. പോയി കഴിഞ്ഞ് അദ്ദേഹത്തിനെ അവിടെ പിടിച്ച് സ്കാൻ ചെയ്യും. സൗജന്യമല്ല, സിറ്റി സ്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹം പൈസ അടച്ച് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഈ അസുഖത്തിന് ചെറിയ ഇളവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ ചെയ്യുന്നു, അദ്ദേഹം ഈ പിന്നെ അസുഖം കുറഞ്ഞതാണല്ലോ, അദ്ദേഹം അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ, നമ്മൾ പലരും ചെയ്യാറുള്ള കാര്യം തന്നെ, ഹോമിയോയിൽ പോകും. അവിടെ ചെന്നപ്പോൾ ഹോമിയോ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറയുന്നത്. അപ്പോഴാണ് പറയുന്നത്, ഞാൻ ഇന്ന പോലെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മെഡിക്കൽ കോളേജിൽ എന്നാൽ ഒരു പണി ആദ്യം പോയി മേടിച്ചോട്ടാ പറഞ്ഞു. പുള്ളി രസീതൊക്കെ ആയിട്ട് പോയി മെഡിക്കൽ കോളേജിൽ ചെന്നു. സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവന്നു. അദ്ദേഹം നോക്കുമ്പോൾ ദാ ഇരിക്കുന്നു ഇദ്ദേഹത്തിന് ഗർഭാശയം, ഗർഭാശയത്തിൽ മുഴ. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഗർഭാശയത്തിൽ മുഴയാണ് എന്ന് ഡോക്ടർ പറയുന്നു. ഇയാൾ ഇതുമായിട്ട് അവിടെ ചെല്ലും. അതെ, മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴത്തേക്ക് ഇയാളോട് അവർ പതുക്കെ ഈ സാധനം കൈക്കലാക്കി. അതാണ് അതിൻ്റെ വിദ്യ, സാധനം കൈക്കലാക്കി വരും. അവർ സാധനം കൈക്കലാക്കിയതിന് ശേഷം അവർ വേറൊരു റിപ്പോർട്ട് എടുത്ത് കൊടുത്തു. എന്നാ നിങ്ങളുടെ റിപ്പോർട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇനി അതാരുടെ റിപ്പോർട്ടാണെന്ന് അടുത്ത ദിവസം അറിയാൻ കഴിയും. അപ്പോൾ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ റിപ്പോർട്ടാ? എന്നെ നിങ്ങൾ രണ്ടാമത് സ്കാൻ ചെയ്തില്ലല്ലോ, നിങ്ങൾക്ക് സ്കാൻ ചെയ്ത പൈസ തിരിച്ചു തന്നേക്കാം, നിങ്ങൾ ഈ റിപ്പോർട്ടും കൊണ്ട് പോകണമെന്നായി. ഒടുവിൽ ഭീഷണിയായി. ആ പാവപ്പെട്ടവൻ എന്ത് ചെയ്തു, അവിടെ കിടന്ന് കുറേയൊക്കെ ബഹളം വെച്ചിട്ട് അയാൾ വീട്ടിൽ പോയി. ഇനി ഒറ്റ കാര്യമുള്ള അയാളുടെ പേര് കേസ് വരും, നമ്മൾ അത് ഉറപ്പാണ്, സംശയിക്കേണ്ട കാര്യത്തിൽ. അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് വരും. ഒരുപക്ഷെ അവിടുത്തെ ആശുപത്രി ജീവനക്കാരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചത്, ഡോക്ടറെ ആ വകുപ്പുണ്ടല്ലോ ഇപ്പോൾ ആശുപത്രി ജീവനക്കാരെ കൈയേറ്റം ചെയ്യാൻ ആശുപത്രി സംരക്ഷണ നിയമം, അത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അത് എല്ലാത്തരം ആശുപത്രികൾക്കും ഉണ്ട്, കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികൾക്കും ഉണ്ട്. ആ നിയമം ആവശ്യമാണ്, അത് നമ്മൾ കുറ്റം പറയില്ല. കാരണം വൈകാരികതയിൽ നമ്മളൊക്കെ ആദ്യം എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുവന്ന ഒരു രോഗി മരിച്ചുപോയി, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? അത്രയും നേരം ചികിത്സിച്ച ആ ഡോക്ടർമാരെ നമ്മൾ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അടിച്ചു തീർക്കും. അല്ലെ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും, അവിടെ അവരുടെ ചികിത്സാ കേന്ദ്രങ്ങൾ അടിച്ചു പൊട്ടിക്കും. അങ്ങനെയുള്ള അക്രമം പതിവായപ്പോഴും മറ്റേ ആ ഡോക്ടർ വന്ദനയൊക്കെ
അതെ അതെ കുത്തിക്കൊല്ലുന്ന പോലെയുള്ള ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇത് കൂടുതൽ കർശനമാക്കി. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇത് ദുരുപയോഗം ചെയ്യുകയാണ്. ഈ നിയമം ദുരുപയോഗം ചെയ്യും. പല നിയമങ്ങളെയും പോലെ പോക്സോ പട്ടികജാതി പീഡന നിയമമൊക്കെ പോലെ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനെന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് ഒരു ചികിത്സ നമുക്ക് അസംതൃപ്തരായി, നമ്മൾ അവരോട് ചോദിച്ച ഉടൻ നമുക്കെതിരെ ഹോസ്പിറ്റൽ സംരക്ഷണ നിയമം വെറും കേസല്ല, നിയമമില്ല, ജാമ്യമില്ലാത്ത മിക്കവാറും ഈ പാവപ്പെട്ടൻ രാത്രി നാളെ മറ്റന്നാളെ പോലീസ് പൊക്കുമ്പോഴേ കഥ അറിയുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഇയാൾ അവിടെ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടർമാരെ അസഭ്യം പറഞ്ഞു, അല്ല നേഴ്സുമാരെ അസഭ്യം പറഞ്ഞു, അവരെ കയ്യേറ്റം ചെയ്തു എന്നൊരു വകുപ്പിട്ട ഒരാള് സൂപ്രണ്ടോ വല്ല ഒരു പരാതി കൊടുത്താൽ മതി, ആ പാവപ്പെട്ടവൻ അകത്തു പോകും. കാരണം അവരാരും ഇത് അറിയുന്നില്ല. ഇത് വലിയൊരു ജനവിഭാഗത്തിന് ഈ നിയമത്തെക്കുറിച്ച് അറിയില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന് തലനാരിക്കാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ പരിപാടി പറയപ്പെടുന്നത്. അതെ, അത് പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ചെയ്തതെല്ലാം കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകൾ അട്ടിമറിക്കാൻ ഇവർ ആവശ്യത്തിന് നോക്കി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതിപ്പോയി, അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിപ്പോയി, ആ രേഖകളൊന്നും തിരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടത്. അല്ലെ ഡോക്ടർ ഹാരിസിനെ ഏതെങ്കിലും ഇനിയും അദ്ദേഹം സൂക്ഷിക്കണം. ഒരു ഭരണത്തിൽ തുടരുകയാണെങ്കിൽ അയാൾ എവിടെയെങ്കിലും ഇട്ട് അദ്ദേഹത്തെ വീണ ജോർജ് പറഞ്ഞ സിസ്റ്റം വയറ്റ് കത്രിക വെക്കുന്ന സിസ്റ്റം അല്ലേ, പിന്നെ കൈ മുറിച്ചു കളയുന്ന സിസ്റ്റം കൊച്ചുകുട്ടിയുടെ, അതുപോലെ ഗർഭപാത്രത്തില് കത്രിക വെച്ച്, പിന്നെ ഒരുപാട് ചികിത്സാ പിഴവ്. പിന്നെ ഈ ഇവിടെ എവിടെയായിരുന്നു, നെടുമങ്ങാട് എവിടെയായിരുന്നു ഒരാൾക്ക് ശ്വാസം കിട്ടാതെ മരിച്ചത്. അത് ഇതുപോലെ അതെ, അവിടെ ചികിത്സ തേടിയെത്തിയ മനുഷ്യൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ച് മരിക്കുന്നു. ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പുകഴ്ത്തി കേരള നമ്പർ 1 എന്ന് പറയുന്നത്, പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന കേരള മോഡൽ ഒന്നും അല്ല മോഡൽ. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹോസ്പിറ്റലുകളിലെ നവീകരണമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഇവർ ഒഴിവാക്കാൻ നോക്കി. അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ, ഈ ആശുപത്രികളിൽ കേന്ദ്ര സർക്കാർ ഫണ്ടിൻ്റെ ആയുഷ് ആതുരാലയങ്ങൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ പേരെങ്ങാണ്ട് വെച്ചിട്ടൊരു പേരുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് എഴുതി വെക്കാത്ത പിന്നെ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇതിന് ഞങ്ങൾ ഒരിക്കലും എഴുതി വെക്കില്ല, വീണ ജോർജിന്റെ ഒക്കെ വാചകടി കേൾക്കണം, അവസാനം അത് എഴുതി വെച്ചു. ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ പാളിച്ച ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഇവര് വാചകം അടിക്കാനും പിന്നെ കോടികൾ മുടക്കി പരസ്യം ചെയ്യാനും കാരണഭൂതന് പിന്നെ തിരുവാതിരപ്പാട്ട് പാടാനും അദ്ദേഹത്തിന്റെ ബോർഡുകൾ നാട് നീളെ സ്ഥാപിക്കാനും ഒക്കെ ഫണ്ടുണ്ട്. ബോർഡ് സ്ഥാപിച്ചതൊക്കെ CPM-ന്റെ ഫണ്ടിലാണ്. പക്ഷേ PRD-യുടെ പൈസ എടുത്ത് PR വർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഫണ്ടുള്ള നിങ്ങൾക്ക് ഒരു ആശുപത്രിയുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കിഫ്ബി മുഖേനയാണ് പണിഞ്ഞത്. കിഫ്ബി മുഖേന പണിഞ്ഞതിൻ്റെ കണക്കുകൾ കുറച്ച് നമുക്ക് ലഭ്യമാണ്. വേറെ ഞെട്ടിക്കുന്ന സംഭവമാണ്. വൻ അഴിമതി. കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ തട്ടിക്കൂട്ട് പ്രസ്ഥാനം, അഴിമതി. 60,000 കോടി രൂപ എങ്ങാണ്ടാണ് കടം വാങ്ങി വെച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം കേട്ട അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം മാത്രമല്ല, അവർക്ക് ഇരട്ട ശമ്പളമാണ്. അതെ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വേറെ സർവീസ് ചാർജ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇതിന്റെയൊക്കെ വിവരാവകാശ രേഖകൾ കണ്ട് നമ്മൾ KSEB ജീവനക്കാർക്കാണ് ഏറ്റവും വലിയ ശമ്പളം. KSEBക്കാർ ഒന്നുമല്ല. കിഫ്ബി നടക്കുന്ന പകൽക്കൊള്ളയാണ്, പകൽക്കൊള്ള. കിഫ്ബിയില് പിന്നെ അതുപോലെ തന്നെ കിഫ്ബിയിൽ ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. അവരെ അതിന്റെ കണക്ക് ചോദിച്ച് നമ്മൾ വിവരാവകാശം കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ജീവനക്കാരുടെ കണക്ക് വെച്ച് 40 പേരെ അവിടെ ജീവനക്കാരുണ്ട്. നമ്മളതിന് അപ്പീല് പോയപ്പോൾ കിട്ടിയത് എന്താണെന്നറിയാം? 400-ൽ പരം താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ ഇൻക്രിമെന്റ് ഉണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. അതായത് ടെക്നിക്കൽ വിഭാഗം ജീവനക്കാർ വരെ PSC എഴുതി നിയമനം കാത്തു നിൽക്കുമ്പോഴാണ് ഇവർ പുറത്തു നിന്ന് ഇവരെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്ര ആണെന്നത് ഈ രേഖയിൽ പല കാര്യങ്ങൾ അവർ പറയുന്നു. ഈ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വലിയ തട്ടിപ്പാണ്. ഈ കിഫ്ബിയുടെ കീഴിൽ ആശുപത്രി കെട്ടിടങ്ങൾ പണിഞ്ഞു, സ്കൂൾ കെട്ടിടങ്ങൾ പണിഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ മേനി നടിക്കുന്നു. പക്ഷേ ഇവിടെ ചികിത്സയില്ല, മനുഷ്യന് ചികിത്സ കിട്ടുന്നില്ല. ഇല്ലാത്ത രോഗത്തിന് മനുഷ്യന് ഇപ്പം അയാളൊരു പുരുഷനായതുകൊണ്ട് മാത്രം അല്ലേ ഇപ്പൊ ഗർഭപാത്രത്തിലെ മുഴ നീക്കാനായിട്ട്
വേറെ ഒരു ലേഡിയുടെ ആയിരുന്നു ഈ ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതെങ്കിൽ ഈ മുഴ നീക്കാനുള്ള ശസ്ത്രക്രിയക്ക് അവർ പോകേണ്ടി വരും. എത്ര പേര് കേരളത്തിൽ ഇതിനോ ഇത്തരം ഇവർ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചിരിക്കുന്നു, അവർ വേറെ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ഞാൻ പലപ്പോഴും തോന്നാറുള്ളത്, കേരളത്തിലെ ഡോക്ടർ A.R. മേനോൻ 57 ആരോഗ്യമന്ത്രിന് ശേഷം ഒരു ഡോക്ടർ കേരളത്തിൽ ആരോഗ്യമന്ത്രിയായിട്ടില്ല. എത്രയോ ഡോക്ടർമാരായ ആളുകൾ നമ്മുടെ നിയമസഭാംഗങ്ങളായിട്ട് മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. ഈ ഒരു മന്ത്രിക്ക് പോലും ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടില്ല. എപ്പോഴും ആലോചിക്കാറുണ്ടായ കാര്യമാണ്. എത്രയോ ഡോക്ടർമാർ തമിഴ്നാട്ടിൽ പലപ്പോഴും ഡോക്ടർമാരായ ആൾ ആരോഗ്യമന്ത്രി അങ്ങനെ കൊടുക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അറിയാം. തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ H.V. ഹാൻഡെ എന്നൊരാളുണ്ട്. എം.ജി.ആറിൻ്റെ മന്ത്രിസഭയിൽ കർണാടകയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം 95-96 വയസ്സായി. ഇപ്പോഴും അദ്ദേഹം രോഗികളെ പരിശോധിക്കുന്നുണ്ടെന്നാണ് ഈ പ്രായത്തിൽ. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. കേരളത്തിൽ ഡോക്ടർ A.R. മേനോൻ അദ്ദേഹം നല്ലൊരു ഡോക്ടറായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കേരളത്തിലെ നമ്മളിന്ന് കാണുന്ന ഈ അടിസ്ഥാനമിട്ട ആൾ A.R. മേനോനാണ്. പക്ഷെ പിന്നീട് ഒരു ഡോക്ടറും കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിട്ടില്ല. പിന്നെ V.M. സുധീരൻ മന്ത്രിയായിരുന്ന കാലത്താണ് പറഞ്ഞ ഒരുവിധം ഭംഗിയായ കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ ഓർഡർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതിനുശേഷം വീണ്ടും തടയുക തന്നെ. ഈ റിസൾട്ട് മാറിയത് ഈ സ്കാനിങ് ഫലം മാറിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബാർകോഡ് സിസ്റ്റമാണ് ഇപ്പോൾ മിക്ക സർക്കാർ ആശുപത്രിയാണെങ്കിലും സ്വകാര്യ ആശുപത്രികളാണെങ്കിലും ബാർകോഡാണ്. ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് റിപ്പോർട്ട് പോകുന്നതും. നമ്മൾ ഈ ബില്ലടിക്കുമ്പോഴേ നമ്മൾ ബാർകോഡ് ജനറേറ്റ് ചെയ്യും. ആ ബാർകോഡ് നമ്മുടെ ഈ ബില്ലിൽ വരും. അതനുസരിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ചെല്ലും. ഈ ബാർകോഡ് എടുക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും കിട്ടും. അല്ല അതെ, ഒന്നുമില്ലെങ്കിൽ ആള് വരുമ്പോഴേ നമ്മളൊന്നും നോക്കിയിട്ടില്ല കൊടുക്കും. അതാണ് പേരെടുത്ത് നോക്കി ഇത് ആണാണോ പെണ്ണാണോ, ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഗർഭാശയ മുഴയുടെ റിസൾട്ട് ആണ് എന്നുള്ളത് നോക്കുമ്പോൾ എടാ ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ ആണോ എന്നെങ്കിലും ചോദിക്കാം. അങ്ങനെയെങ്കിലും ചോദിക്കാം. ഇത് അങ്ങനെ ഒന്നും ചോദിക്കാം. ഇതെടുത്ത് ഒരു കവറിനകത്തിട്ട് കൊടുത്തു വിട്ടിട്ട് അപ്പൊ ഈ ശരിക്കും ഈ മുഴയുള്ള റിസൾട്ട് ആരുടെ ആയിരിക്കും? ആ രോഗിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആ രോഗിക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ യൂറിനറി ഇൻഫെക്ഷന്റെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് എങ്ങനെ തെറ്റുപറ്റി? ഇതാണ് ഈ സിസ്റ്റം ശരിയല്ല എന്ന് ഇവിടുത്തെ മന്ത്രി തന്നെ സമ്മതിക്കുന്നു. മന്ത്രി പറഞ്ഞ സിസ്റ്റം ശരിയല്ല എന്നിട്ട് ആ സിസ്റ്റം നന്നാക്കാനാണ് നിങ്ങളെയൊക്കെ മന്ത്രിമാരും MLA-മാരും ഒക്കെ അങ്ങോട്ട് വിട്ടത്. ഞങ്ങൾക്ക് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരുടെ തലയ്ക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നത്? അത്രേ ഉള്ളൂ. ഏതായാലും മന്ത്രിക്ക് ഇനി ഒരു 4 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. മന്ത്രി ഉള്ളതും ഇല്ലാത്ത ഒരുപോലെ. ഈ സിസ്റ്റം ശരിയല്ലാത്ത ഇനിയെങ്കിലും വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഈ ആതുരാലയങ്ങൾ പോലെ പൊതുജനങ്ങൾ ഏറ്റവും അധികം ഇടപഴകുന്നു. സർക്കാർ ആതുരാലയങ്ങളോട് ജനങ്ങൾക്കൊരു വലിയ മതിപ്പും ബഹുമാനവും വിശ്വാസവും എല്ലാം ഉണ്ട്. അതില്ലായ്മ ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവം. ഇത് പിണറായി സർക്കാരിന്റെ കാലത്തെ 36,573 ഒറ്റപ്പെട്ട സംഭവമാണിത്. അതല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ജലദോഷപ്പനി എന്ന് അവർ അമേരിക്കയിൽ പോയി ചികിത്സിക്കും. അമേരിക്ക ചീത്ത വിളിക്കും, പക്ഷെ എന്നിട്ട് അമേരിക്ക പോയി ചികിത്സിക്കും. മക്കളെ അമേരിക്ക കൊണ്ടുപോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. വേറെ ഒരു വലിയ വിഭാഗം ഇവിടുത്തെ നേതാക്കന്മാർ സ്വകാര്യ ആശുപത്രിയുണ്ട്. അതിന്റെ പേര് ഞാൻ പറയുന്നത്. പിണറായി പോയില്ലേ? പിണറായി കണ്ണ് ഓപ്പറേഷൻ ചെന്നൈ പോയി. കേരളത്തിൽ ഇത്രയും ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട്. കേരള നമ്പർ 1. ബാക്കിയുള്ളവർ കേരളത്തിലെ ആഡംബര ആശുപത്രികളിൽ പോയി സ്വസ്ഥമായി കിടക്കുന്നു. മുമ്പ് ഒരു മന്ത്രിയുടെ ഭർത്താവ് ആശ്രയം കിടന്ന വകയിൽ പെറോട്ടയും ഗോപി മഞ്ചൂരിയനും കഴിച്ച വകയിൽ ഒരു വലിയ കൂറ്റൻ ബില്ല് നമ്മളൊക്കെ കണ്ടത്. അപ്പൊ ഈ സർക്കാർ ആശുപത്രിയിൽ അവരാരും പോയി കിടക്കില്ല. അവർക്ക് അവരെ മക്കൾക്ക് നാളെ അവിടെ പോയി കിടക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവനൊക്കെ എങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ആ ചിന്തയായി പോയി. ഈ നമ്പർ 1 കേരളത്തിന്റെ ക്യാപ്റ്റനാണ് ചെന്നൈയിൽ എവിടെയോ പോയി കഴിഞ്ഞ ആഴ്ച കണ്ണ്. ഇതെന്താ കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കണ്ണാശുപത്രി ഇല്ലേ? നമ്മുടെ മെഡിക്കൽ കോളേജിൽ കണ്ണാശുപത്രി പ്രത്യേകമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ പ്രശസ്തമായ ആശുപത്രിയുണ്ട്. അവരെ ഇത് നമ്മൾ പണ്ട് പറയാതല്ലോ, ഈ ചായക്കടയുടെ ഓണർ അപ്പുറത്തെ ചായ കുടിക്കാൻ പോകുന്നത് പറഞ്ഞ പോലെയാണ്. ഇദ്ദേഹം ഇവിടുന്ന് വിട്ടു പോയിരിക്കുകയാണ്. നമ്പർ 1 കേരളത്തിൽ നിന്ന് 7 അയലത്ത് പോലും ഇല്ലാത്ത തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം സിസ്റ്റങ്ങളും കൊണ്ടാണ് ഇവർ. എന്താണെങ്കിലും ഈ ദുർഭരണത്തിനെതിരായുള്ള നാളുകൾ എണ്ണിക്കഴിയുന്ന ആൾക്കാർക്ക് ഇനിയെങ്കിലും തിങ്കളാഴ്ച നമുക്ക് അറിയാൻ പറ്റും. എന്താണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ചൂട്, പാമ്പ്, ആരോഗ്യ മേഖല എല്ലാം ചേർന്ന് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇവിടെ ഒരു ദിവസം കഴിച്ചുകൂടാൻ നമ്മൾ ഇവിടുന്ന പാട് തന്നെ വളരെ ഭീകരമായ അവസ്ഥയാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.